ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ചന്ദ്രി, ഹലോ. എന്ത് പണിയാ ശിവ നീ കാണിച്ചത്? നീ നിന്റെ അച്ഛനെ ധിക്കരിച്ച് പുറത്തിറങ്ങിയ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ വഴക്ക് മുഴുവൻ കേൾക്കുന്ന എനിക്കായിരിക്കും. വഴക്ക് കേൾക്കുമെങ്കിൽ അത് നിങ്ങൾ തന്നെ കേട്ടോണം. അതിന് ഞാനെന്ത് വേണം? എന്തായാലും നിങ്ങളുടെ മനസ്സിലിരിപ്പ് കൊള്ളാം. ജീവിതകാലം മുഴുവൻ എന്നെ മുറിക്കകത്ത് പൂട്ടിയിടണമെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം അല്ലേ? അതുകൊണ്ടല്ലേ അച്ഛനെ വിളിച്ച് പറഞ്ഞു കൊടുത്തത്. ഒരെണ്ണം വച്ചെന്നാലുണ്ടല്ലോ ചത്തുവോ നിങ്ങള്. അത് പേടിച്ചിട്ടാ ഞാൻ കൈവയ്ക്കാത്ത. അത് ശരി, നീ എന്നെ തല്ലാൻ മാത്രമായല്ലേ? ആ, മോള് പറയുന്നൊക്കെ കേട്ടല്ലോ. പിന്നല്ലാതെ അവളെ തുറന്നു വിടുന്നതിൽ ചന്ദ്രികയ്ക്ക് എന്താ പ്രശ്നം? അവളുടെ അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അല്ലാതെ എന്റെ മോളെ ജീവിതകാലം മുഴുവൻ അങ്ങേർക്ക് തോന്നുന്ന കാലം വരെ അങ്ങനെ അങ്ങ് പൂട്ടിയിടാനൊന്നും പറ്റില്ല. ഏട്ടൻ ഇവളെ പിടിച്ച് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവളുടെ കയ്യിലിരിപ്പിന്റെ കാരണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാവും. ആര് തെറ്റ് ചെയ്തു നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ തെറ്റ് ചെയ്തത് നിങ്ങൾ കണ്ട? ഇനിയിപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്തം? ദേ, മോളെപ്പോലെ അമ്മയും കൂടി ഷോ കാണിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഈ ശിവാനി ആരാണെന്ന് നിങ്ങൾ അറിയും. ഞെക്കി ഒന്നാളെയും പെണ്ണുമ്പളെ ഞാൻ. ദേ, ഇവിടെ കിടന്ന് കൂടുതൽ കസർത്ത് കാണിച്ചാലുണ്ടല്ലോ അമ്മയും മോനെയും ഞാൻ ഇവിടെ ഇറക്കി വിടും. ഇതേ ഞങ്ങളുടെ വീടാ. നിനക്കൊന്നും ഇവിടെ ഒരു അവകാശവും ഇല്ല, അറിയാലോ. എങ്കിലും ഇറക്കി വിട്, അതൊന്ന് കാണണല്ലോ. ആഹാ, അത് ശരി. ഒറ്റ കൊടുത്തതും പോരാഞ്ഞിട്ട് വെല്ലു വിളിക്കുന്ന. എങ്കി ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളെ ഇറക്കി വിടാനല്ല പോന്ന, കൊല്ലം പോവാ. ആ ചത്തു പോട്ടെ. ഇവർക്ക് എന്തിനാ ജീവിച്ചിരിക്കുന്ന? ചാവ് ശിവാനി, ശിവാനി ശിവാനി, ശിവാനി, അമ്മേ, 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 അമ്മ എന്തുപറ്റി അമ്മേ? അമ്മേ എന്തുപറ്റി അമ്മേ? അമ്മ, അമ്മ, അയ്യോ അമ്മേ എന്തുപറ്റി അമ്മ? അമ്മേ, അമ്മ എഴുന്നേക്കമ്മേ. എന്തുപറ്റി അമ്മേ? അമ്മേ എനിക്ക് വാ. ഒന്നുമില്ല അമ്മേ, അമ്മ ഒന്നുമില്ല അമ്മ, എഴുന്നേക്ക് വാ. അമ്മേ, ഇവളെ ആരെ തുറന്നു വിട്ടത്? നീയാണോ? അമ്മ വാ, അമ്മക്ക് തീരെ വയ്യ. എന്താ ചന്ദ്രിക, എന്താ പറ്റിയേ? ഈ ശിവാനി കഴുത്തിന് പിടിച്ച് തള്ളിയിട്ടതാ അമ്മാവാ. അമ്മാവാ പിടിക്കാമാവാ. നമുക്ക് അവിടെ കൊണ്ട് കിടത്താം. അമ്മ ശ്വാസം ഒന്ന് വലിച്ചുവിടാം. ഞാൻ ഇൻഹേലർ എടുത്തിട്ട് വരാം. ഇൻഹേലർ ഇത് ഉപയോഗിക്കുക. ഇതിന് മരുന്നില്ല ഏട്ടാ. ഇത് വാങ്ങിക്കാൻ പറയാൻ വേണ്ടിട്ടായിരിക്കും അമ്മ എന്നെ വിളിച്ചത്. ഒരു മെഡിസിൻ എന്നേ പറഞ്ഞോളൂ. അതിനു മുന്നേ ഞാനിങ്ങ് എത്തിയിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മാവ അപ്പുറത്തെ ഡോക്ടറെ വെച്ചൊന്ന് വിളിക്കോ. അമ്മ
ശ്വാസം എടുത്തിടമ്മ. ഹലോ ഡോക്ടർ, ഞാൻ അശോകനാണ്. ഉണർദം നക്ഷത്രം. ഈ ജാതകം ഞാൻ തന്നെയല്ലേ പാർവതി എഴുതിയത്? അതെ. ഉണർദത്തിന്റെ നക്ഷത്രാധിപൻ ഗുരുവാണ്. ബുധന്റെയും വ്യാഴത്തിന്റെയും സ്വാധീനവും ഉണ്ട്. ഉണർദം എന്നാൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ നക്ഷത്രമാണ്. അറിയാലോ, രാജയോഗത്തോടൊപ്പം കഷ്ടതകളും അനുഭവിക്കേണ്ടി വരും. ജന്മശേഷം 16 വർഷം വ്യാഴം, അത് കഴിഞ്ഞാൽ പിന്നെ ശനിയാണ്. ഇയാളുടെ വിവാഹം ആലോചിച്ചും കണ്ടുമൊക്കെ നടത്താവൂന്ന് ആദ്യമേ തന്നെ ഞാൻ പാർവതിയോടും ഗോപി സാറിനോടും പറഞ്ഞതല്ലേ? അറിയാലോ, ഒന്നും ഞങ്ങളായിട്ട് എടുത്ത തീരുമാനമല്ല, സംഭവിച്ചു പോയി. അതങ്ങനെ അങ്ങ് അവസാനിച്ച് നന്നായി എന്ന് കരുതിയാ മതി. ഒന്ന് ഗണിച്ചു നോക്കിക്കളയാം നമുക്ക്. ഭഗവാനെ, ഗണിച്ച ലഗ്നത്തിന്റെ 7ാം ഭാവത്തിൽ, പ്രത്യേകിച്ച് ഇടവം രാശിയിൽ ചന്ദ്രൻ ബലമായി ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടിയോടെ നിൽക്കുന്നുണ്ട്. പ്രണവ് കർക്കടകക്കൂറ. ചന്ദ്രന് പ്രിയമേറിയ രാശിയാണ് ഇടവും കർക്കിടവും. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് അത്യുത്തമമായ സമയമായിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് പാർവതിക്ക് മനസ്സിലായില്ലേ? ഇതിപ്പോ ചിങ്ങം. വിവാഹാലോചന തുടങ്ങി ഒരു തീരുമാനത്തിലെത്തിച്ചാൽ കന്നി കഴിഞ്ഞ് തുലാം മാസത്തില് നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് പ്രണവിന്റെ വിവാഹം നടത്താം. ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ? പുനർവിവാഹം എന്ന് ചിന്തിക്കുന്നത്